ശ്രീ എസ് കെ സജീഷ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് പാടെ എതിർക്കുക, മോദിയാണോ ബി ജെ പി ആണോ സംഘ് പരിവാറാണോ എന്നതുകൊണ്ട് പാടെ എതിർക്കുക. എന്നാൽ അദ്ദേഹം തന്നെ പറഞ്ഞതുമായ ഒരു കാര്യമുണ്ട്, ഇത് ഇന്നോ ഇന്നലെയോ എന്നുള്ളതല്ല, തങ്ങളുടെ ഒരു രാഷ്ട്രീയ നിലപാടാണ്, കാഴ്ചപ്പാടാണ്. അതിലേക്ക് എത്താൻ അവരെടുത്തൊരു കാലം ഉണ്ട്. അത് ശ്രീ സജീഷ് നന്നായി അറിയാം. ആ നിലയിലുള്ള അവരുടെ ഒരു രാഷ്ട്രീയത്തെ അവർ മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റേതായിട്ടുള്ള പല വഴികളിലൂടെ ആ പ്രക്രിയയെ പൂർത്തീകരിക്കുന്ന നിലയിൽ കൊണ്ടുപോകുമ്പോൾ പാടെ എതിർക്കുക എന്നുള്ളത് അതിൻ്റെ ഏതൊരു ഗുണപരമായ വശമുണ്ട് എന്ന് ബി ജെ പി അവകാശപ്പെടുന്നുണ്ട്. ആ ഗുണപരമായ വശത്തെ ഒന്നും കാണാതെ പാടെ എതിർക്കുക എന്ന നിലയിലാണോ പ്രതിപക്ഷം, വിശേഷിച്ച് സി പി ഐ അടക്കമുള്ള ഇടതു പാർട്ടികൾ ഇതിലൊരു നിലപാട് സ്വീകരിക്കുന്നത്? ഇതിൽ ഗുണപരമായ ഒരു വശവുമില്ല എന്ന് വ്യക്തമായി പരിശോധിച്ചാൽ അറിയാൻ വേണ്ടി കഴിയും. ഇതൊരു ലക്ഷ്യമാണ്. ഗോൾവാൾക്കർ വിചാരധാരയിലൂടെ മുന്നോട്ട് വച്ച ഒരു ദേശം, ഒരു രാഷ്ട്രം, ഒരു നിയമസഭ, ഒരു നിയമനിർമ്മാണ സംവിധാനം എന്ന ചിന്താഗതി, ആ ചിന്താഗതി നടപ്പിലാക്കാനുള്ള RSSൻ്റെ പദ്ധതിയാണ്. RSS ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ ഭരണഘടനാ അസംബ്ലി ഭരണഘടനയെ അംഗീകരിക്കുമ്പോൾ തന്നെ ഓർഗനൈസറിലൂടെ, അവരുടെ മുഖമാസികയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിൽ അവർ പറയുന്നത് RSSൻ്റെ ഇപ്പോൾ ഈ ഭരണഘടന അംഗീകരിക്കാതിരിക്കാൻ കാരണം മനുസ്മൃതിയുടെ സത്ത ഇതിനില്ല എന്നുള്ളതുകൊണ്ടാണ്. ആ മനുസ്മൃതിയുടെ സത്ത എന്താണ്? ഈ രാജ്യത്തിൻ്റെ വൈവിധ്യം, നമ്മൾ നാനാത്വത്തിൽ ഏകത്വം, വൈവിധ്യങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതാണ്, വൈവിധ്യങ്ങളുടെ ഏകീകരണമാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പും ഈ രാജ്യത്തിൻ്റെ വളർച്ചയും. എന്നാൽ ആ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുക, ആ വൈവിധ്യങ്ങളെ പുറന്തള്ളുക, അങ്ങനെ പുറന്തള്ളണമെങ്കിൽ വൈവിധ്യങ്ങളൊന്നുമില്ലാത്ത ഒരു അടിച്ചമർത്തുന്ന സംവിധാനത്തിലേക്ക് ഈ നാട് മാറണം, ഈ രാജ്യം മാറണമെന്ന RSSൻ്റെ താല്പര്യമാണ് ഇതിലൂടെ മുന്നോട്ട് വരുന്നത്. മറ്റൊന്നുള്ളത് ഫെഡറലിസത്തെ പൂർണ്ണമായും തകർക്കുക. ഇപ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടനാ പ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന പരിശോധന, ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കപ്പെട്ടോ എന്നൊരു പരിശോധനയുണ്ട്. അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും എവിടെയായാലും അതിന് ഭരണഘടനാപരമായി കേന്ദ്രം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ, കേന്ദ്ര ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, രണ്ടും കൂടി ചേർന്ന് കൈകാര്യം ചെയ്യുന്ന കൺകറൻറ്റ് ലിസ്റ്റ്, ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇതിൻ്റെ ഓരോ പ്രവർത്തന മേഖലയെക്കുറിച്ചുമുള്ള ജനാധിപത്യപരമായ പരിശോധനയാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇത് ഒരുമിച്ച് നടത്തിയാൽ എന്താണ് സംഭവിക്കുക? ഈ ഓരോ മേഖലയിലും ഉള്ള യഥാർത്ഥ ജനാധിപത്യ പരിശോധന നടക്കില്ല. ഏകീകരിച്ച് നടത്തിയാൽ അതാണ് സംഭവിക്കുക. അങ്ങനെ ജനാധിപത്യ പരിശോധന, ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പരിശോധന നടന്നില്ലെങ്കിൽ വർഗീയത പോലെയുള്ള വിഭാഗീയത ആളിക്കത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി കഴിയും. അതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന സഖ്യങ്ങൾ, ആ സഖ്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ BJPക്ക് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് എന്ന് പറയുന്ന ഈ സ്വപ്നത്തെയെല്ലാം ഇല്ലാതാക്കി കളഞ്ഞത് വൈവിധ്യങ്ങൾ ചേർന്നതുകൊണ്ടാണ്. പല വൈവിധ്യങ്ങളും ചേർന്നു. ആ വൈവിധ്യങ്ങൾ ഒരുമിച്ച് നിന്ന് എന്തുകൊണ്ടാണ് പല പ്രാദേശിക പാർട്ടികളും യോജിച്ചത്? അവർക്ക് ദേശീയ താല്പര്യം വരുമ്പോൾ യോജിക്കാം, എന്നാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കൂടെ നടക്കുമ്പോൾ അവർക്ക് അധികാര പ്രശ്നം വരുമ്പോൾ യോജിക്കില്ല. അതുകൊണ്ടൊരു കുതന്ത്രം അതിനകത്തുണ്ട്. എന്താണ്? ഈ സംസ്ഥാന പാർട്ടികളെ ഈ യോജിപ്പിനെ ഇല്ലാതാക്കി കളയാൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, പ്രധാനമായും ഇതിൽ കാണേണ്ട ഒരു കാര്യം കൂടിയുള്ളത് സ്വേച്ഛാധിപത്യം. നേരത്തെ ഇവിടെ BJPയുടെ സുഹൃത്ത് ഇതിൻ്റെ പോസിറ്റീവ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണ്? ഈ ഭരണഘടന സ്വേച്ഛാധിപത്യത്തെ, ഫാസിസത്തെ, തീവ്രവാദത്തെ, എല്ലാ വിഭാഗീയതയും തടയാൻ കഴിയുന്ന കരുത്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട്. എങ്ങനെയാണത് ഉണ്ടാവുന്നത്? അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങളുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ ഇന്ത്യയിലൊരു സൈനിക അട്ടിമറി സാധ്യമല്ലായിരുന്നു. കാരണം ഇന്ത്യക്ക് ഏകീകരിച്ചൊരു സൈന്യാധിപനില്ല. പാകിസ്ഥാനിലൊക്കെ നമ്മൾ കാണും, സൈന്യാധിപൻ തീരുമാനിച്ച് സൈന്യത്തെ വെച്ച് ഭരണം അട്ടിമറി. ഇന്ത്യയിൽ അത് കഴിയില്ലായിരുന്നു. ഇവർ അതിനെ അട്ടിമറിച്ച് ഒരു സൈനിക തലവനെ ഒരു വശത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്ന ഒരു തീരുമാനം അത്. അതുപോലെ തന്നെയാണ് ജനാധിപത്യത്തിനകത്ത് ഒരു ട്രെൻഡ് രൂപീകരിക്കുന്നു. എന്തെങ്കിലും ഒരു ഘടകം, ഒരാളുടെ മരണമോ അല്ലെങ്കിൽ വർഗീയപരമായ എന്തെങ്കിലും ചിന്തയോ
ട്രെൻഡ് രൂപീകരിച്ചാൽ ആ ട്രെൻഡിനകത്ത് ചിലപ്പോൾ ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരാം എന്ന സാഹചര്യം ഉണ്ടാകും. എന്നാൽ ആ ട്രെൻഡിനെ രാജ്യസഭയിൽ നിലനിർത്താൻ വേണ്ടി കഴിയില്ല. ലോക്സഭ 5 വർഷത്തേക്കാണെങ്കിൽ രാജ്യസഭ പിരിയാത്ത സഭയാണ്. 6 വർഷം കൂടുമ്പോൾ ഓരോ അംഗത്തിൻ്റെയും കാലാവധി കഴിയുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് വരുന്ന മാറ്റത്തിനനുസരിച്ച് അതിലെ അംഗങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ എന്താണ് സംഭവിക്കുക? ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ രാജ്യസഭയിലും ലോകസഭയിലും ഒരേ രീതിയിലായിരിക്കും പ്രാതിനിധ്യം ഉണ്ടാവുക. ആ പ്രാതിനിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏകാധിപത്യപരമായി പെട്ടെന്നുണ്ടായ ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായി രാജ്യത്ത് ഏതെങ്കിലും പരുതാത്ത ശക്തിക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി കഴിഞ്ഞാലും പിന്നീട് അത് തിരിച്ചറിയുന്ന സംസ്ഥാനങ്ങളിലൂടെ രാജ്യസഭയിലൂടെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയും. അതിനാണ് ഈ ഡബിൾ ടയർ സിസ്റ്റം ഇന്ത്യൻ ഭരണഘടനയിൽ നിലനിൽക്കുന്നത്. ഈ പ്രതിരോധത്തെയെല്ലാമാണ്, ജനാധിപത്യത്തിലെ സകല പ്രതിരോധത്തെയും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ലോക്സഭയിലെ ഭൂരിപക്ഷം കാലാവധി കഴിയുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം വന്നാൽ ഒരു കൗൺസിലൊക്കെ രാഷ്ട്രപതിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കാം എന്നുള്ളതൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും വരും. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു ഏകാധിപത്യത്തിൻ്റെ പ്രവണതയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് എന്ന് കാണണം. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ചിലവ് ചുരുക്കൽ എന്ന് അദ്ദേഹം വരികൾക്കിടയിലൂടെ പറഞ്ഞു. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഏറ്റവും വലിയ പ്രയോഗം ഇപ്പോൾ BJP ഈ കുതന്ത്രത്തിന് മറയിടാൻ വേണ്ടി നടത്തുന്നൊരു പ്രയോഗം അതാണ്. ഞാൻ വിശദമായ ചരിത്രത്തിലേക്ക് പോകില്ല സമയപരിമിതി മൂലം. 51 മുതലുള്ള ഇങ്ങോട്ട് 51, 52 തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ആദ്യമൊക്കെ ഒരു 10 കോടി, പിന്നെ അതിനുശേഷം 89 100 കോടി, പിന്നെ 2004 2014 1000 കോടി കവിയുന്നത്. പിന്നെ 2016 ശരിക്കും 3870 കോടി രൂപ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സമീപകാലത്ത് തെരഞ്ഞെടുപ്പ് ചെലവ് വന്നത് 2019 8,966 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അതിൻ്റെ 60% എന്തിനാണ് ചെലവഴിച്ചത്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത് 15 വർഷം നിൽക്കും. എന്നാൽ ഈ 3 തെരഞ്ഞെടുപ്പ് ഒരുമിച്ചാണ് നടക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? വേറെയും വോട്ടിംഗ് മെഷീൻ ഇതേപോലെ വാങ്ങേണ്ടി വരും. സംസ്ഥാനത്തിന് വേറെ വോട്ടിംഗ് മെഷീൻ വാങ്ങേണ്ടി വരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വോട്ടിംഗ് മെഷീൻ വാങ്ങേണ്ടി വരും. എന്ന് പറഞ്ഞാൽ 60% ചെലവ്, തെരഞ്ഞെടുപ്പിൻ്റെ ചെലവ് വോട്ടിംഗ് മെഷീൻ ആണെങ്കിൽ 3 തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടക്കുമ്പോൾ വമ്പിച്ച ചെലവിലേക്ക് മാറും. മാത്രവുമല്ല, അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണെങ്കിൽ, പഞ്ചായത്ത് കൂടി നടക്കുകയാണെങ്കിൽ 5 വോട്ട് ഒരാൾ ചെയ്യണം, അല്ലെങ്കിൽ 3 വോട്ട് ചെയ്യണം. ഈ 3ഉം 5ഉം 2ഉം വോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് സമയം കൂടും. സമയം കൂടിയാൽ എന്താ സംഭവിക്കുക? സമയം കൂടിയാൽ അതിനനുസരിച്ച് ബൂത്തുകളുടെ എണ്ണം കൂട്ടേണ്ടി വരും. ബൂത്തുകളുടെ എണ്ണം കൂട്ടണം, ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടണം. ഇതെല്ലാം ചെലവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. മാത്രവുമല്ല 15 വർഷത്തേക്ക് മെഷീൻ ഉപയോഗിക്കാം. അതുകൊണ്ട് 15 വർഷം സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഈ 60% ചെലവ് കുറഞ്ഞാണ് നിൽക്കുന്നത്. ഇത് പരിശോധിച്ചാൽ വ്യക്തമാകുന്ന കാര്യമാണ്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിൽ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ശരത്ത്. ഈ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തിന് വേണ്ടി പണം ചെലവഴിക്കണ്ടേ? ബഡ്ജറ്റിൻ്റെ 0.7% ചെലവഴിക്കുന്നുള്ളൂ. എന്നാൽ അത് വേണ്ട എന്ന് വെച്ചാൽ ഇവർ നാളെ പറയും എന്താണ്? തെരഞ്ഞെടുപ്പ് 5 വർഷം വേണ്ട, 10 വർഷമാക്കുക, തെരഞ്ഞെടുപ്പേ വേണ്ട എന്ന ഏകാധിപത്യം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണിവർ. ആ അജണ്ടയുടെ തുടക്കമാണിത്. ഓക്കെ, ആ പോയിന്റിലേക്കാണ് ഈ വിവിധങ്ങളായ വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സജീഷ് എത്തി നിൽക്കുന്നത്.